ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു കുഞ്ഞു റിക്വസ്റ്റ് ആണേ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ. ഇതേ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവന് രാവിലെ എണീറ്റ് നമ്മളിങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കലാണ് ഈ ഓട്ടത്തിൽ കൂടെ നടത്തത്തിൽ കൂടെ ഒക്കെ കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ അവിടെ ഉള്ള ഒരു ഫേമസ് യൂട്യൂബറിൻ്റെ വീടാണ്. ആളുടെ വീട് കടലിൻ്റെ അടുത്ത് തന്നെയാണ്. ആൾ കൂടുതലും കടലിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളത്. നമ്മൾ നടന്ന് അപ്പോൾ കടലിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നിറയെ ആൾക്കാർ കൂടി നിൽക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന അത്ര ദൂരം വരെ ആൾക്കാരുണ്ട് കേട്ടോ. കാണാൻ വന്നിട്ടുള്ളവരും വല വീശാൻ വന്നിട്ടുള്ളവരാണ് കൂടുതൽ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരുപാട് പേർക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചേട്ടനും അനിയത്തിയും കുഞ്ഞനും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോയേക്കാണ്. ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി വല വീശണതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കുറേ പേർക്ക് മീൻ കിട്ടുന്നുണ്ട്, വല വീശുന്നുണ്ട്. അതിനിടയ്ക്ക് കൊഞ്ച് പിന്നെ ഞണ്ടൊക്കെ കിട്ടിയിട്ട് അവിടെ എടുക്കുന്നുണ്ട്. അത് ചീത്ത ഞണ്ടാണോ എന്നൊന്നും അറിയില്ല, അതോ വല വീശിയിട്ട് കുടഞ്ഞപ്പോൾ അറിയാണ്ട് വീണ് പോയിട്ടുള്ളതാണോന്നും അറിയില്ല കേട്ടോ. മീൻ പിടിച്ചിട്ട് അത് കഴുകിയെടുക്കുന്നതാണ് കേട്ടോ ഒരു ചേട്ടനവിടെ നിന്നിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടീനെ കണ്ടു. അപ്പോൾ അവനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടനും ഞാനും ഒക്കെ കൂടിയിട്ട്. അപ്പുറത്തൊക്കെ നിറയെ ആൾക്കാർ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ കൊട്ടയിൽ കൊണ്ടുവന്നതൊക്കെ മീനാണേ. പ്രായം കുറഞ്ഞവർ തൊട്ട് പ്രായം കൂടിയ ആൾക്കാർ വരെ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടീനെ കണ്ടു. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അഴിമുഖമാണ് കേട്ടോ കാണുന്നത്, സൂം ചെയ്ത് കാണിക്കണത്. അപ്പുറത്തെ അഴിമുഖമാണ്. ഒലിമുട്ട് എന്നൊക്കെ പറയും, അതൊക്കെ അവിടെ ഉണ്ട്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കൂന്തലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂന്തൽ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. വീഡിയോയിൽ എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല കൂന്തലൊക്കെയാണ്. ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടൻ അതിൽ നിന്ന് ഞണ്ടിനെ കിട്ടിയിട്ട് ആ വലയിൽ നിന്ന് ഞണ്ടിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചോദിച്ചപ്പോഴാണ് കേട്ടോ അറിയാൻ പറ്റിയത്. അവിടെ തലേ ദിവസം രാത്രി തൊട്ടേ മീൻ പിടിക്കാൻ വന്നവരൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഒരാൾ പോയിട്ട് കുഞ്ഞിനെ വെള്ളത്തിൽ ഇറക്കാൻ നോക്കിയാണ്. പക്ഷെ അവന് ചെറുപ്പം തൊട്ടേ നമ്മൾ വരുമ്പോഴൊക്കെ അവനെ കടലിൽ കൊണ്ടുവരും, ഇറക്കാൻ നോക്കും. ഇറക്കി നിർത്താനല്ല, ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് കാലൊന്നും നനയ്ക്കാം. പക്ഷെ അവൻ സമ്മതിക്കാറില്ല. അവളുടെ ശ്രമം കഴിഞ്ഞപ്പോൾ അടുത്തത് ഞാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണത്. പക്ഷെ അവനെ ഇറങ്ങാൻ കൂട്ടാക്കണില്ല. കടലിൽ ഇങ്ങനെ നോക്കി നിൽക്കും. വെള്ളം വരുമ്പോഴേക്കും അവന് പേടിയാണ്. എന്നാൽ സാധാരണ വെള്ളം പേടിയില്ലാട്ടോ. എനിക്ക് തോന്നുന്നു ഈ സൗണ്ടൊക്കെ കാരണമായിരിക്കും അവനിങ്ങനെ പേടിച്ച് നിൽക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും അത്യാവശ്യം വെയിലായിട്ടുണ്ടായി. അപ്പോൾ ഒരാൾ വെയിൽ കൊള്ളാതിരിക്കാൻ തലയിൽ കയ്യും വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. ഓടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനെയും പിടിച്ച് വേഗം പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.